നമ്മളെല്ലാവരും തന്നെ മാമ്പഴം കഴിക്കാറുണ്ട് അല്ലേ? എല്ലാവർക്കും മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. രുചികളിൽ ഏറ്റവും കേമനായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മാമ്പഴം എന്ന് പറയുന്നത്. പക്ഷേ ഈ മാമ്പഴം കഴിച്ചു കഴിയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ആ മാങ്ങാണ്ടി ഉണ്ടല്ലോ, അത് നമ്മൾ കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മൾ സാധാരണ മാമ്പഴം കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ എസൻസ് മൊത്തം എടുത്തതിന് ശേഷം മാങ്ങാണ്ടി ദൂരെ കളയുക, അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചു വയ്ക്കും. ഇഷ്ടപ്പെട്ട മാങ്ങയാണെങ്കിൽ, നമ്മുടെ വീട്ടിലില്ലാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ കുഴിച്ചു വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മാങ്ങാണ്ടിക്കകത്തുള്ള ആ പരിപ്പ് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? പക്ഷേ അത് നമുക്ക് കഴിക്കാൻ പറ്റും. ആ മാങ്ങ നമ്മൾ കഴിച്ചതിന് ശേഷം, മാങ്ങ കഴിച്ചതിന് ശേഷമുള്ള ആ മാങ്ങാണ്ടി എടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ട് അതിനകത്തെ പരിപ്പെടുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറികൾക്ക് ചേർക്കാം. അതേപോലെ നാരങ്ങാവെള്ളം ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. അങ്ങനെ പല നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിലൊക്കെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മുടെ ശരീരത്തെ നീർവീക്കം കുറയ്ക്കാനും ഒക്കെയുള്ള കഴിവ് ഈ മാങ്ങാണ്ടിക്കകത്തുള്ള കുഞ്ഞൻ പരിപ്പിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈ വെറുതെ വേസ്റ്റാക്കി കളയാതെ നമുക്ക് വീട്ടിലത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ ഈ മാംഗോ മെഡോസിൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റും.